ഫ്രഷാ? ഓ ഫ്രഷ്. അല്ല ഞാനും പിന്നെ ഫ്രഷ് ആയിട്ട് കുഴപ്പമില്ല. സാർ നമുക്ക് ശീലമായി പോയില്ലേ. ശരത് സർ നമസ്തേ. ഓക്കെ ചേച്ചി. ഇത് പല്ലിയോ? ബാഹുബലിയിലെ ശിവകാമിനെ പോലെ ഉണ്ടല്ലേ? ഓ ചേച്ചി, ചേച്ചിക്ക് വേണ്ടി പാട്ടൊക്കെയാണ്. ഇത്രയും നല്ല ഭംഗിയിലൊക്കെ ഒരുങ്ങി വന്നോണ്ട് നമുക്കൊരു ഡയലോഗ് ചേച്ചി പ്ലീസ്. തീർച്ചയായും. ഇതാ കട്ടപ്പ സൈഡിലുണ്ട്. അയ്യോ കട്ടപ്പ ദേ ഇരിക്കുന്നു. യെസ് അത് കുട്ടപ്പൻ. തൊണ്ട ശരിയാക്കിയോ ചേച്ചി? ശരിക്കും കണ്ടോ ക്യാരക്ടറായി. തൊണ്ട ശരിയാക്കിയോ? അമരേന്ദ്ര ബാഹുബലി മരണപ്പെട്ടു. ഭയങ്കര സന്തോഷം. മരണപ്പെട്ടത് പൊട്ടിച്ചിരിക്കുന്നു. ചേച്ചി പക്ഷെ ക്യാരക്ടർ ഉണ്ടായിരുന്നു, ആ ഫീൽ ഉണ്ടായിരുന്നു. തുടക്കത്തിലുണ്ടായിരുന്നു, പിന്നെ പോയി. അമരേന്ദ്ര ബാഹുബലി മരണപ്പെട്ടു. ഇനി നിങ്ങളുടെ പുതിയ മഹാരാജാവ് മഹേന്ദ്ര ബാഹുബലി. സൂപ്പറാ, നൈസ്. ചേച്ചി എന്റെ പൊന്നെ, എന്റെ പ്രൊഡക്ടേഴ്സ് ഫിലിംസ് ഒന്നും അല്ലാതായി. എന്റെ ബാനറൊക്കെ വലിച്ചു കീറും. എന്റെ പ്രൊഡക്ടേഴ്സ് ഫിലിംസിന്റെ ബാനറൊക്കെ പോയി. ഇതാണ് അഭിനയം. ചേച്ചിക്ക് ഒരു വലിയ കൈയടി ഒന്നുകൂടെ കൊടുക്കാം നമുക്ക്. അത്രയ്ക്ക് നന്നായോ? ഇന്നത്തെ എപ്പിസോഡ് ഫുൾ ഭയങ്കര ആ ഒരു പവർഫുൾ എനർജിയിൽ നമുക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ വരാൻ പോകുന്ന കണ്ടസ്റ്റന്റ് ഒരുപാട് രാജ്യത്ത് പോയിട്ടുണ്ട് പ്രോഗ്രാമിനായിട്ട്. അപ്പൊ അത്യാവശ്യം ഷോസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം വൈഷ്ണവ്. ഇതാണ് നമ്മുടെ വൈഷ്ണവ്. ആൽമരം എന്ന് പറഞ്ഞ ബാൻഡില് ഒരാളാണ് വൈഷ്ണവ്. വൈഷ്ണവിന് സ്പോർട്സ് സെലക്ഷൻ കിട്ടിയതല്ലേ? അതെ. വൈഷ്ണവ് അങ്ങ് ഇമോഷണൽ ആയി പോയി അല്ലേ സെലക്ഷൻ ആ ഒരു പ്രോസസ് കഴിഞ്ഞപ്പോഴേക്കും? എന്ത് പറ്റി വൈഷ്ണവ്? അതെന്താ വെച്ചാല് എൻ്റെ ഗുരുനാഥന്മാരെയും അച്ഛനെയും അമ്മേനെയും എല്ലാവരും ആലോചിച്ചപ്പോൾ, ആ വന്ന വഴിയൊക്കെ ആലോചിച്ചപ്പോൾ കുറച്ചൊന്ന് സങ്കടമായി പോയി. റിയാലിറ്റി ഷോയിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഭയങ്കര ആഗ്രഹം, ആദ്യമായിട്ടാണ്, ലൈഫിൽ ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പൊ തകർക്കും. വൈഷ്ണവിന് പാട്ടിനോടുള്ള ഇഷ്ടമൊക്കെ എങ്ങനെയാ? ചെറുപ്പം മുതൽ 5ാം ക്ലാസ് മുതൽ തന്നെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ ചെറുതായിട്ട് എഴുതുമല്ലേ? ആ എഴുതും. അപ്പം എഴുതിയിട്ട് കമ്പോസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ലളിതഗാനം എന്തെങ്കിലും കമ്പോസ് ചെയ്തിട്ടുണ്ടോ? കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ലളിതഗാനം കമ്പോസ് ചെയ്തായിരുന്നു. അപ്പോൾ അത് ആഗ്രഹത്തോടു കൂടി ചെയ്തതാണ്. എന്നാൽ ഒരു ലളിതഗാനം തരാനുണ്ടായിരുന്നില്ല. കുറേ പേരോട് ചോദിച്ചു. അവസാനം എനിക്ക് തന്നെ കമ്പോസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇൻട്രസോണിലും എസോണിലും ആ കമ്പോസ് ചെയ്ത ലളിതഗാനം കൊണ്ട് പാടി അവിടെ ഫസ്റ്റ് പ്രൈസ്. തന്നില്ല, ഞാൻ തന്നെ എഴുതി പാടി, ഞാൻ ഫസ്റ്റ്. നമുക്കൊരു 4 ലൈൻ കേട്ടാൽ ഉറപ്പായിട്ടും. ദിനകര കരങ്ങൾ ഒരു നറുമലരിനു പ്രണയാർദ്രമായൊരു മാല തീർക്കേ ഏതോ രതിരമ്യ വേണുഗാനാൽ നീലവസനങ്ങളഴിഞ്ഞു വീഴ്കേ ഏതോ രതിരമ്യ വേണുഗാനാൽ നീലവസനങ്ങളഴിഞ്ഞു വീഴ്കേ. ഇത് എഴുതിയതാരാ? ഇത് എഴുതിയത് പാലക്കാട് ചെമ്പൈ മ്യൂസിക് കോളേജിൽ പഠിപ്പിക്കുന്ന സംസ്കൃതം സാറാണ്, വി വി ഗിരി. നൈസ്.